നോമിനേഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നോമിനേഷൻ ലിസ്റ്റ് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കണം. അതായത് അനീഷ് ഞെട്ടിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വൈൽഡ് കാർഡ്സ് വന്നത് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷിനെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അനീഷ് ഇത്തവണ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് രസമെന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ കൺഫെഷൻ റൂമിൽ കയറിയിട്ട് നോമിനേറ്റ് ചെയ്ത് വന്നതിന് ശേഷം അനീഷിന് ആ ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് തന്നെയും ലിവിംഗ് റൂമിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് പറയുകയാണ്, ഞാൻ ഇന്ന വ്യക്തികളെ നോമിനേറ്റ് ചെയ്യുന്നു, ഇതാണ് കാരണം എന്ന് പറയും. അതിൽ തന്നെ അനുമോൾക്കിട്ട് പരസ്യമായി കൊട്ടുകയായിരുന്നു അനീഷ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം അനീഷ് ആദ്യം പറഞ്ഞ പേര് നെവിന്റെ പേര്, രണ്ടാമത് അനുമോളുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുകയായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് സത്യങ്ങൾ ബോധ്യമായത്. അനുമോളുടെ വിഷയങ്ങളെല്ലാം തന്നെയും ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അനീഷിന്റെ നോമിനേഷൻ എന്നത്. ആ നോമിനേഷൻ ഇല്ല, അത് സംഭവം അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ആ ഒരു അവസരം അനീഷ് അവിടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോമിനേഷൻ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ വന്നവരുടെ പേരുകൾ പറയാം. 13 പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് മസ്താനി, ആര്യൻ, പ്രവീൺ, ലക്ഷ്മി, സാബുമോൻ, ബിന്നി, റണ ഫാത്തിമ, ആദില, അനുമോൾ, അനീഷ്, അഭിലാഷ്, നെവിൻ, അക്ബർ, ഇത്രയും പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ മസ്താനി, ആര്യൻ, അതോടൊപ്പം തന്നെ പ്രവീൺ, സാബുമോൻ ഒക്കെ തന്നെ ഓൾറെഡി അവർ നോമിനേഷനിൽ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി ഇതിൽ ആര്യനെയാണ് നൂറ നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. നൂറ ആര്യനെ നോമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടു. അപ്പോൾ ഇവരെ കൂടാതെ, അതായത് ഈ 5 പേരെ കൂടാതെ ഉള്ളത് ബിന്നി, റണ ഫാത്തിമ, ആദില, അനുമോൾ, അനീഷ്, അഭിലാഷ്, നെവിൻ, അക്ബർ, ഇത്രയും പേരെയാണ് അല്ലാതെ കൺഫെഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ആദിലേക്കാണ്. 8 or 7 വോട്ടാണ് ആദിലേക്ക് കിട്ടിയിരിക്കുന്നത്. അഭിലാഷും റണയും ബിന്നിക്കുമാണ് രണ്ടാമത് വോട്ട് കൂടുതലായിട്ട് ഉള്ളവരെന്ന് പറയുന്നത്. 4 or 5 വോട്ടുകൾ വെച്ച് ഇവർക്ക് എത്രയും പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നോമിനേഷൻ ലിസ്റ്റിൽ നടന്ന സംഭവ വികാസങ്ങൾ. ഇതിൽ ശരിക്കും അനീഷ് ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം.